രാജ്യത്തിന്റെ വിവിധ നഗരങ്ങളിൽ നിന്നുള്ള അവയവ കടത്തിന്റെ നടുക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു. കൊച്ചി നെടുമ്പാശ്ശേരിയിൽ പിടിയിലായ തൃശൂർ സ്വദേശി സബിത് നാസർ 20 പേരെ ഇറാനിലേക്ക് കയറ്റിവിട്ടു എന്നാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ. ഇതിലൊരാൾ പാലക്കാട്ടുകാരനാണ്, 19 പേർ ഉത്തരേന്ത്യക്കാരും. അവയവ കടത്തുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു അന്വേഷണം വേണമെന്നാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. സാമ്പത്തികമായി ബുദ്ധിമുട്ട് നേരിടുന്ന ആളുകളെ പറഞ്ഞു പറ്റിച്ച് അവരുടെ വൃക്കയും കിഡ്നിയുമെല്ലാം കടത്തുന്ന ഒരു ഗൂഢസംഘം. നേരത്തെ അന്താരാഷ്ട്ര തലത്തിൽ മാത്രം കേട്ടിരുന്ന ഇത്തരം വാർത്തകൾ കേരളത്തിലും ഉടലെടുത്തിരിക്കുന്നു. അന്താരാഷ്ട്ര അവയവക്കടത്ത് സംഘത്തിന്റെ പ്രധാന കണ്ണിയെന്ന് വിശേഷിപ്പിക്കുന്ന സാബിത് നാസറിനെയാണ് എറണാകുളം പോലീസ് കഴിഞ്ഞ ദിവസം പിടികൂടിയത്. സാബിത്തിൽ മാത്രം ഒതുങ്ങുമോ ഈ കേസ്? തൃശൂർ സ്വദേശിയായ സബിത്ത് ഇറാനിലേക്കാണ് അവയവക്കടത്തിനായി ആളുകളെ എത്തിച്ചിരുന്നത്. ഏറ്റവും ഒടുവിൽ 20 പേരെ വൃക്ക നൽകുന്നതിനായി എത്തിച്ചെന്നാണ് മൊഴി. ഇതിൽ ഒരു പാലക്കാട് സ്വദേശിയും 19 ഉത്തരേന്ത്യക്കാരും ഉൾപ്പെടുന്നു. പാലക്കാട് നിന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സബിത്തിനെ പോലീസ് പിടികൂടിയതെന്നും സൂചനയുണ്ട്. ഇതുവരെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി സബിത്ത് ഉൾപ്പെടുന്ന സംഘം 200 പേരെ കടത്തിയതായാണ് വിവരം. നിർധനരാണ് സംഘത്തിന്റെ ലക്ഷ്യം. പറഞ്ഞു പറ്റിച്ച വ്യാജരേഖ നിർമ്മിച്ച് വിദേശത്തേക്ക് കടത്തുന്നതാണ് രീതി. കൂടുതലും സ്ത്രീകളാണ് ഇവരുടെ വലയിൽ കുടുങ്ങിയിട്ടുള്ളത്. കേരളത്തിൽ അവയവ മാഫിയയുടെ നെറ്റ്വർക്ക് വളരെ ശക്തമാണെന്നും ഇത്തരക്കാരെ പിടിച്ചുകെട്ടണമെന്നും IMA ആവശ്യപ്പെട്ടു. അവരുടെ നെറ്റ്വർക്ക് വളരെ സ്ട്രോങ് ആണ്. അവർ പലതരത്തിലുള്ള പലപ്പോഴും സാമൂഹികവും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരിലെ അത്തരം വിഭാഗങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടുള്ള ചില പ്രക്രിയകളിലൂടെയാണ് അവർ ഇത്തരം ആൾക്കാരെ ഒരു അവയവദാന പ്രക്രിയയിലേക്ക് തള്ളിവിടുന്നത്. സബിത്തിന്റെ കൂട്ടാളികളെ കേന്ദ്രീകരിച്ച പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഒരാളെ കൂടി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്നാണ് സൂചന. സബിത്തിനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. കൂടുതൽ പരാതിക്കാരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. കേരളത്തിൽ അവയവക്കടത്ത് സംഘത്തിന്റെ നെറ്റ്വർക്ക് വളരെ ശക്തമാണെന്നാണ് IMA ഉൾപ്പെടെ അഭിപ്രായപ്പെടുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരക്കാർക്ക് പിടിവീഴാത്തത്? ആരെല്ലാമാണ് ഈ കണ്ണിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്? ഏതെങ്കിലും തരത്തിലുള്ള ഉന്നത സഹായം ഇവർക്ക് ലഭിക്കുന്നുണ്ടോ? ഇത്തരം ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ലഭിച്ചേ മതിയാവും. കൊച്ചിയിൽ നിന്ന് മുഹമ്മദ് യയ്ക്കൊപ്പം വിഷ്ണു സുരേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ.